നമ്മളിന്ന് കരോളം നടത്തി പൈസ ഉണ്ടാക്കാൻ പോകും. അപ്പൊ കരോളിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ നേരെ പോയി നമ്മുടെ പിള്ളേരെ വിട്ടു. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ പിള്ളേർ പാട്ടെല്ലാം വെച്ച് പരിപാടി തുടങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. പിന്നെ ഇന്നൊക്കെയാണ് ഈ കഴിവറിന്റെ ശരിക്കുള്ള കഴിവുകൾ മനസ്സിലായത്. കഴിവ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കഴിവ്. അപ്പൊ നമ്മൾ പരിപാടിക്കുള്ള സ്പീക്കർ എടുക്കാൻ പോകണേ. സ്പീക്കർ എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ കുറെ പിള്ളേർ വന്നു. ഇന്നൊക്കെയാണ് നമ്മുടെ പിള്ളേർ ഫുള്ള് ചാർജ്. പിന്നെ നമ്മളിന്ന് പരിപാടി നടത്തുമ്പോൾ പാലക്കാട് മെയിൻ ടൗൺ. പിന്നെ നമ്മുടെ ധൈര്യം എന്താണെന്ന് വെച്ച് ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ. ഈ നായിന്റെ ഡാൻസ് കണ്ടിട്ട് ശരിക്കുള്ള നായ്ക്കൾ ഒരു മേടി അമ്മമാര് വൈബ് ചെക്ക്. പിന്നെ ഇവന്റെ വൈബ് വരെ നമുക്ക് ഡാൻസ് കളിക്കാണ്ടിരിക്കാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് അതിനൊരു കുറവും വന്നില്ല. പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കുന്ന തിരക്കായതുകൊണ്ട് കുറെ വീട്ടിൽ പൈസ വാങ്ങാൻ മറന്നു. പക്ഷെ നമുക്കതൊരു വിഷയമല്ല. ഇനിയിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ സാധനം വരുന്നു പൂക്കുറ്റി. അത് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ വീട്ടിൽ കത്തിക്കുകയും ചെയ്തു. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന പടക്കം പൊട്ടിച്ച്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളെ തൊട്ട് റോഡിൽ വന്ന ആൾക്കാർ പോലും വൈബാക്കിയിട്ടാണ് നമ്മൾ പരിപാടി നിർത്തിയത്. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം പൈസ കിട്ടി. അപ്പോഴാണ് നമ്മൾ തൊപ്പിനും പിള്ളേനെ കണ്ടത്. പിന്നെ അവന് കുറച്ച് വൈബാക്കാന്ന് വിചാരിച്ചു. ഇനി ഈ വണ്ടിയിൽ ഒരാൾക്കും കൂടി കയറാൻ പറ്റുന്ന പൈസ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. അങ്ങനെ കിട്ടിയ പൈസ മൊത്തം ഭക്ഷണം കഴിച്ച് കളഞ്ഞപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ശരി എന്നാ.